നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 21 ഏപ്രിൽ 2025. അപ്പോൾ 2026 എടി അങ്ങോട്ട് പോണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മുസ്ലിം ആളുകളോടാണ്, എല്ലാവരോടും അല്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ പിന്നെ നിങ്ങളുടെ മുന്നിൽ മരണമല്ലാണ്ട് മറ്റു പോംവഴികളില്ല. നിങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് മുന്നിൽ പോകണ്ട. നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം നിങ്ങളുടെ പിഞ്ചു മക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് എന്നും കൂടി ഒരു സത്യം കൂടി നിങ്ങൾ അറിയണം. അതായത് 2 കിഡ്നി കേടായത്, ഷുഗർ വന്നത്, അതുപോലെ ക്യാൻസറാണെന്ന് പറയുന്നത്, അതുപോലെയുള്ള ഈ മുഴുവൻ സംഭവങ്ങളും ആക്സിഡൻ്റ് അപകടം പാമ്പ് കടിക്കുന്നതും വേറെയാണ്. അതിലും തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പ് കടിച്ച ഒരാളും മരിക്കില്ല. അവരെ രക്ഷപ്പെടുത്താൻ വഴിയുണ്ട്. നിങ്ങൾ പാമ്പ് കടിച്ച് വേഗം കൊണ്ടുവരണം എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് അപകടം വരാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഇന്ന് അപകടം പറ്റിയെന്ന് വിചാരിക്കാം. കഴിയുന്നത് സ്പീഡിൽ കൊണ്ടുവരാം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. കഴിയുന്നത് സ്പീഡിലെന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തിയാൽ മതി. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ 26 മണിക്കൂറായാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിഷം കയറരുത്. അത് മാത്രമേ അതിൽ പറയാനുള്ളത്. നുണ പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്ക് വിഷം കയറരുത്, നുണ പ്രചരിപ്പിക്കരുത്. നിങ്ങളുടെ അടുത്ത് എവിഡൻസ്, രേഖയില്ലാത്ത ഒന്നും പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ ഈ നുണ പറയുന്നതൊക്കെ ഹറാമാണ്. ഹറാമ് നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നിങ്ങളുടെ ശമ്പളം, ഹറാമിൽ ഭക്ഷണം കഴിക്കുന്ന ഭൂരിഭാഗം ആളുകളെ ഇന്ന് നമ്മൾ കാണുന്നത്. ഹറാമ് അവരുടെ പ്രവൃത്തി ഫുള്ളായിട്ട് അതാണ്. നമ്മളൊരു ഹറാമിലേക്ക് പോയാൽ നമ്മളുടെ കെട്ടിയ ഭാര്യനെ പിൻദ്വാരത്തിൽ കൂടെ, മലദ്വാരത്തിൽ കൂടെ ലൈംഗിക ബന്ധം ചെയ്യുന്ന ഹറാമാണ്. സമാന ബുദ്ധി പുരുഷന്മാരെ ചെയ്യുന്നതും ഹറാമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഹറാമിൻ്റെ കാര്യത്തിന് ഒരാൾ ചികിത്സയുടെ പേരിൽ നുണ പറഞ്ഞാൽ അത് ഹറാമാണ്. നുണ പറഞ്ഞ് പറ്റിക്കുന്നത് ഹറാമാണ്. പള്ളിക്കൽ കയറി സത്യമല്ലാത്ത കാര്യങ്ങൾ മെമ്പർമ കയറി കുത്തുബായിട്ട് വിളിച്ച് പറഞ്ഞാൽ അത് ഹറാമാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ മരുന്ന് പുറത്തേക്ക് വിതരണം ചെയ്യണമെങ്കിൽ 2 കോടി രൂപ ഒരാളുടെ അടുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ ലീഗ് നേതാക്കളുടെ കാര്യം ഹറാമാണ്. അപ്പോൾ ഈ ഹറാമാണ് നിങ്ങൾ സത്യമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. കാരണം ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ ഹറാമും കൊണ്ട് തയ്യാറാക്കി അതിൽ ഹറാമുണ്ടായാൽ എന്താണ് നിങ്ങൾ ചെയ്യുക? നിങ്ങളൊന്ന് നാശം നോക്കണം. നാശം ഒരാൾക്ക് മാത്രമല്ല. എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇറാൻ്റെ പോലെ അല്ലാഞ്ഞത് എന്ന് മതപണ്ഡിതന്മാരോട് ഞാൻ ചോദ്യം ചെയ്യാം. മാത്രമല്ല ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇസ്ലാം ഇനി കൂട്ടാനുമില്ല കുറക്കാനുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു 300-400 കൊല്ലം ബാക്കിലേക്ക് ഉണ്ടായിരുന്നത് ആരും തുണിയെടുക്കാത്ത ആളുകളായിരുന്നു, ചെരുപ്പിടാത്തവരായിരുന്നു. ഇന്നത്തെ ഈ ശാസ്ത്രവിദ്യകളൊന്നും ഇല്ലായിരുന്നു. അന്ന് കറണ്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇസ്ലാം ഇറങ്ങിയ കാലത്ത് ബിലാൽ വാങ്ങിക്കൊടുത്തത് മറ്റേ ഹറമ് ഇനി ഉണ്ടാക്കാനുള്ള ആ പാറയുടെ മുകളിൽ കയറിയിട്ടായിരുന്നു വാങ്ങിക്കൊടുത്തത്. ആ ബാങ്ക് കേട്ടിട്ടാണ് ലോകം ഉണരുന്നത്. ബിലാൽ, അതായത് നീഗ്രോ വർഗ്ഗക്കാരനായിരുന്നു ബിലാൽ. ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ നുണ പ്രചരിപ്പിക്കുന്നത് ഹറാമാണ്. യഥാർത്ഥങ്ങൾ മറച്ചു വെക്കുന്നത് ഹറാമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. യഥാർത്ഥ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് ഹറാമാണ്. അതിൻ്റെ പിന്നിൽ ആര് കൂടി എന്നുള്ളതൊന്നുമല്ല. ഹറാം ഭക്ഷിച്ചാൽ, ഹറാം പറഞ്ഞാൽ, ഹറാമിൻ്റെ കൂടെ നിന്നാൽ എന്തൊക്കെ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള ഒരു പാർട്സ് കടക്കാരൻ്റെ ഭാര്യനെ നമ്മുടെ പിന്നെ മൊയ്തു ഡോക്ടറെ ആശുപത്രിയിൽ കൊണ്ടുപോയി. രാവിലെ കൊണ്ടുപോയി പിന്നെ ചൊറിയാസിസിന് പരിശോധന നടത്തി. അത് അപ്പം മരിച്ചുപോയി. മരണം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ നുണ പ്രചരിപ്പിക്കുന്നത് ഹറാമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഹറാമാണ്. ഈ ഹറാമെന്ന് പറഞ്ഞ സാധനം ഒട്ടനവധി കാര്യങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കാത്ത മുതൽ നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. റമളാൻ മാസത്തിൻ്റെ കെട്ടിട വാടകൾ
ആ റമദാൻ മാസത്തിൽ പൂട്ടിയേണ്ട ചില ഭാഗങ്ങളുണ്ട് ഒഴിഞ്ഞു കൊടുക്കാതെ. ആ മാസം കച്ചവടം കിട്ടാത്ത മാസമാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ വാടക വാങ്ങുന്നത് ഹറാമാണ്. മാത്രമല്ല ആ കെട്ടിടങ്ങളൊക്കെ അവർ എന്താണോ തൊഴിൽ ചെയ്യുന്നത് പൂട്ടിയിടുന്നത് ഹറാമാണ്. കാരണം ഞാൻ നോലുമ്പോൾ നോലിക്കുന്നത് എൻ്റെ സ്വന്തം ആവശ്യത്തിനാണ്, നിങ്ങളുടെ ആവശ്യത്തിനല്ല. ഞാൻ ഹജ്ജ് ചെയ്തതോ ഞാൻ നിസ്കരിക്കുന്നതോ എൻ്റെ ആവശ്യത്തിനാണ്, നിങ്ങളുടെ ആരെയല്ല. നിങ്ങൾക്കൊരാൾക്കും അതിനെ കൊണ്ട് ആവശ്യമില്ല. അപ്പം ഞാൻ നിങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഹറാമാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ലെവലുള്ളതേ പറയാൻ പോകുന്നു. അതെല്ലാവരും ചിന്തിക്കണം. ഈ ഹറാമിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ വഴിച്ചാക്കരുത്. ഞാൻ 2 കോടി രൂപ ഓരോ ലീഗുകാർക്ക് മരുന്നിൻ്റെ പാറം പറഞ്ഞ് കൈക്കൂലി കൊടുക്കാത്തത് നിങ്ങൾ നുണ പ്രചരിപ്പിച്ചാൽ അത് പോകുന്നത് ഹറാമിലേക്കാണ്. അതുകൊണ്ട് ആ സൈബർ സെല്ല് ഇക്കാര്യത്തിന് തീരുമാനമുണ്ടും. അതിന് മാന്യമായ കഴിഞ്ഞ 40 കൊല്ലത്തെ പരാതി ഇപ്പം നേരിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട 2-3 പോലീസ് പിടിക്കലോട് കൂടിയിട്ടാണ് സാധനം രംഗത്ത് വരണമെങ്കിൽ ഞാൻ നേരിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് പരിശോധിച്ച് ആരാണോ കാരണം ഉണ്ടാക്കിയത് അവരൊക്കെ രംഗത്ത് കൊണ്ടുവരണം. അവർ പറയുന്നതിൽ ഏതിനാണ് കൃത്യമായ രേഖ എന്ന് വിചാരിച്ചാൽ അത് മേശപ്പുറത്ത് വെക്കുകയും ചെയ്യണം. കാരണം തെളിവ് പ്രധാനമാണ്, ചെറിയ കാര്യമല്ല, പ്രധാനമാണ്. അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഞാനിതിങ്ങനെ പറയേണ്ടായ കാരണം ശരിക്കും ചിന്തിക്കണം. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇതുവരെ ഉള്ള വൈദ്യങ്ങൾ, അതായത് കോട്ടക്കൽ വൈദ്യശാല, വൈദ്യമഠം, അതുപോലെ ഇംഗ്ലീഷ് മരുന്ന് മുഴുവൻ കൊന്നുകളിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഹറാമാണ്. അതിൻ്റെ ആര് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അത് ഹറാമാണ്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഹറാം എന്ന സാധനം ഞാൻ ഇതിൻ്റെ മുമ്പതൊന്നും പറയാനുണ്ടായില്ല. ഇപ്പം ഇതിങ്ങനെ പറയാൻ കാരണം എൻ്റെ ഒട്ടനവധി സാധനങ്ങളൊക്കെ കട്ട് ചെയ്തു. അത് മാത്രമല്ല അതിപ്പോൾ തെളിയിക്കപ്പെട്ടു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറച്ചു പിടിക്കുന്നത് ഹറാമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്ത തെറ്റ് മറച്ചു പിടിക്കുന്നത് ഹറാമാണ്. അപ്പം ഞാൻ ഓരോ പണികളും ചെയ്യുന്നതും നല്ല നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം 40 കിലോമീറ്റർ പാലം കെട്ടാമെന്ന് പറഞ്ഞത് നല്ല ബുദ്ധിയോടുകൂടെ. അതുപോലെ പുതിയ കറണ്ടിൻ്റെ സംവിധാനം കൊണ്ടുവരാം നല്ല ബുദ്ധിയോടെ. അതുപോലെ ഈ നാട്ടിലെ 20 കോടി ആളുകൾക്ക് ജോലി, 4.25 കോടി ജനം ഇവിടെ ഉള്ളൂ, 20 കോടി ആളുകളില്ല. 20 കോടി ആളുകൾ മലബാറിൽ തൊഴിൽ സ്ഥാപനം കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ വേസ്റ്റ് നശിപ്പിക്കലും അത് മറ്റുള്ളവരും ശ്വസിക്കാണ്ട് ബുദ്ധിമുട്ടാക്കാണ്ട് അത് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ മലിനജലത്തിൽ നിന്നും ഗ്യാസ് നിർമ്മിക്കാൻ സാധിക്കും. ഇതൊക്കെ പല തൊഴിൽ ഉൽപ്പന്ന മേഖലയാണ്. തൊഴിൽ ഒരു വിഭാഗത്തിന് തൊഴിൽ, മറ്റൊരു ഭാഗത്തിന് ഉൽപ്പന്നം. ഈ 2 ഭാഗം. അതിൽ വേറൊരു വിഭാഗത്തിന് ട്രാൻസ്പോർട്ടിങ്, വാഹനത്തിൽ കൊണ്ടുപോകൽ, വേറൊരു വിഭാഗത്തിന് തൊഴിലാളികൾ. ഇങ്ങനെ 3-4 ഘട്ടങ്ങൾ തിരിച്ചിട്ടാണ്. ഇനിയും ബാക്കിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി വേറെ വരും. അതൊക്കെ തിരിച്ചിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണം. നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാവരുത്, മൗഢ്യമാവരുത്, ഹറാമാവരുത്. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കേണ്ടത് നല്ല ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടാണ്. ചെറിയ തെറ്റുണ്ടെങ്കിൽ അതെന്താണെന്ന് വേണ്ട മാതിരി പരിശോധിക്കുക. ആദ്യം അത് ചെയ്യുന്നവരോടാണ് പരാതി പറയേണ്ടത്. അവർ പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ഈ രേഖ വെച്ച് ബന്ധപ്പെട്ട നിയമവകുപ്പിൻ്റെ അടുത്താണ് അത് പറയുന്നത്. നിയമവകുപ്പ് ആദ്യം ചെറുകിട ആണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം അതിൽ സ്ലോ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കണക്കാക്കിയിട്ട് അതിൽ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് ഇങ്ങനെ വേണം കയറിപ്പോകാൻ. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലായി, ചെറുകിട സ്ഥലങ്ങളിൽ പറ്റിയിട്ട് അവർ എടുത്തിട്ടില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥത, അതായത് ഹറാം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഹറാം പ്രവർത്തിച്ചാൽ എന്താ ഉണ്ടാവുക അത് നിങ്ങളറിയണം. ഹറാം പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നവനും അവൻ്റെ കുടുംബവും കംപ്ലീറ്റ് നാശമാവുന്നതാണ്. ഒരാളെയല്ല നമ്മൾ ശിക്ഷിക്കുന്നത്, അയാളുടെ പിഞ്ചു കുട്ടികളെയും മറ്റുള്ള. അപ്പോൾ എൻ്റെ പേരിൽ ഈ ഹറാം പറഞ്ഞിട്ടുള്ള ഒട്ടനവധി തങ്ങന്മാരെയും മൗലവിമാരെയും കാണാം. അവർ ഹറാമാണെന്ന് ഞാൻ പ്രഖ്യാപനം നടത്തി. പക്ഷേ അതിൽ നിരപരാധിയായുള്ള അവരുടെ കുട്ടികളെയും അവരുടെ വീട്ടിലുള്ള ഭാര്യമാരെയും ശിക്ഷിക്കാനുള്ള വക വരികയാണിതിൽ. അത് ഹറാമാണ്. ഈ ഹറാം ആരാ ഉണ്ടാക്കുന്നത്? ആ കുടുംബനാഥനാണ്, അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഗൗരവമായി പരിശോധിക്കണം. പരിശോധിച്ചാൽ മാത്രം പോരാ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്ന് ബന്ധപ്പെട്ടവരാ തീരുമാനിക്കണം. നിയമവകുപ്പ് അല്ലാതെ തീരുമാനിക്കേണ്ട. അതിന് നിയമത്തിന് അധികാരമില്ല.
മനസ്സിലായില്ലേ? ബന്ധപ്പെട്ട വകുപ്പ് തീരുമാനിക്കണമെങ്കിൽ അതിന് ചില വാസ്തവമായിട്ട് ബന്ധമുള്ളത് വേണം. അതായത് ഒരു ജോലിയും ചെയ്യാണ്ട് 2 കോടി രൂപ വേണം, ഞങ്ങൾക്ക് വേണം, എന്നാലേ ഞങ്ങളത് അനുവദിക്കൂ എന്ന് പറയുന്നത് അത് ഹറാമാണ്, മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എൻ്റെ ഞാൻ പറഞ്ഞത് കേട്ടതിൽ വല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മൾ നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നാട്ടുകാർക്ക്, നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മൾ ഒരുവിധം കഴിയുന്ന രീതിയിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അത് അവരുടെ ഭക്ഷണവും മരുന്നുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണവും മരുന്നുമാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പൊറുക്കലിനെ താഴണം. ഇപ്പോൾ പുതിയ തരത്തിൽ ഹറാമിനെ പറയാനുണ്ടായ സാഹചര്യം ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് നമ്മുടെ നിയമം നടത്തിപ്പുകാർ, 40 കൊല്ലമല്ല കേട്ടോ, എനിക്ക് 68 വയസ്സായി, ഇതുവരെ ഞാൻ കാണുന്നതാണ്. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നില്ല, നുണ പറഞ്ഞവന് ഓടി നടക്കാം. അപ്പോൾ ഇത് ഹറാമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതനും പ്രാർത്ഥന ചൊല്ലിയാൽ അതിന് പിന്നെ ഫലമില്ലാത്തത് ഈ ഹറാം പ്രവർത്തിക്കുന്ന ആളുകളാണ്. മൗലവിമാരുടെ ഇടയിൽ നല്ലൊരു വിഭാഗത്തിനെ തന്നെ പണ്ടൊക്കെ വധശിക്ഷ നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഹറാമുള്ളത് കൊണ്ടാണ്. ഈ ഹറാം എല്ലാവരും മാറ്റി